ഒരു എലമെൻറ്റും പോസിറ്റീവായിട്ട് പറയാൻ തോന്നില്ല. എനിക്ക് ബിലോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇന്നിപ്പോൾ ഹൗസ്ഫുൾ ഷോ ഒന്നും അല്ല എന്ന് തോന്നുന്നു, പക്ഷേ ഹൗസ്ഫുൾ ആവണം. ഈ ഒരു സിനിമയ്ക്കകത്ത് ധാരാളം പരാമർശങ്ങളുണ്ട്. അതായത് ഇന്ന് നടക്കുന്ന സിനിമ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫെഫ്ക, ജീൻ പോളിൻ്റെ മൂവീസിൻ്റെ ലിസ്റ്റിനകത്ത് ഇത് ഗ്രാഫ് താഴ്ന്നു നിൽക്കും. ബിലോ ആവറേജ് മൂവിയായിട്ട് ഫീൽ ചെയ്തേ. പ്രത്യേക സ്റ്റോറി ഒന്നും ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ച പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ക്ലിക്കായിട്ടില്ല. വളരെ ഭയങ്കര ക്ലീഷേ ആയിട്ടാണ് ഫീൽ ചെയ്തത്. സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും ഒരു പോസിറ്റീവ് പറയാനുള്ള ഒരു എലമെൻ്റ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. ടൊവിനോ ഭാവന കാണാൻ ആ ഒരു ഗ്ലാമറസ് ആയിട്ടൊക്കെ നല്ല രസമുണ്ട്. അല്ലാതെ സിനിമ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാം, ആ ഒരു മ്യൂസിക് അതൊക്കെ കൊള്ളാം. പക്ഷേ ഒരു സ്റ്റോറി അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കൊള്ളത്തില്ല. ഒരു എലമെൻറ്റും പോസിറ്റീവായിട്ട് പറയാൻ തോന്നില്ല. എനിക്ക് ബിലോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര ക്ലിഞ്ച് പടം പോലെ. ആക്ച്വലി എന്താ പറയുക, ടീസറൊക്കെ കണ്ടപ്പം എവിടെയെങ്കിലും ഒരു ഹണി ബി എങ്ങനെ ടച്ച് ചെയ്ത് പോകുമെന്ന് വിചാരിച്ചു. അതുപോലും കണ്ടില്ല. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പടം പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് ആണ്. പക്ഷെ ടൊവിനോയുടെ നല്ല ലുക്ക്, ടൊവിനോനെ നല്ലവണ്ണം ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൊവിനോനെ മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ആക്ടിങ് ലെവലിൽ ടൊവിനോ വലിയ തെറ്റില്ലെന്നേ പറയാനുള്ളൂ. പിന്നെ മെയിൻലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് സുരേഷ് കൃഷ്ണയുടെ നല്ല കുറേ സീക്വൻസുകളുണ്ട്. അതുപോലെ ചന്തു സലീംകുമാറിൻ്റെ വളരെ കുറച്ച് സീക്വൻസുള്ളൂ. ആ പുള്ളിയുടെ എല്ലാ സീക്വൻസും പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ എലമെൻറ്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടം ബിലോ ആവറേജ് എന്ന് പറയേണ്ടി വരും. ജീൻ പോളിൻ്റെ മൂവീസിൻ്റെ ലിസ്റ്റിനകത്ത് ഇത് ഗ്രാഫ് താഴ്ന്നു നിൽക്കും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും വന്നിരുന്ന് തിയേറ്ററിൽ കാണാമെന്നുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ഒ ടി ടിയിലേക്ക് ഇരുന്ന് കണ്ടാൽ ചിലപ്പോൾ അവസാനം വരെ പോകില്ല. കാരണം ക്രിഞ്ച് ക്ലൈമാക്സും ഡ്രാമ ടൈപ്പ് എൻഡിങ് ഒക്കെ അത്രയ്ക്കത്തോളം എൻ്റർടൈൻ ചെയ്ത് പിടിച്ചിരുത്താൻ പറ്റുന്നില്ല, എൻഗേജിങ് ആക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ ഗ്രിപ്പ് പോവുകയാണ്. ആ സ്ക്രിപ്റ്റിൻ്റെ വീക്കാണ്, അതിൻ്റേതായ ഒരു പാളിച്ച് പറ്റിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അടിപൊളി പടമാണ്. ലാൽ ജൂനിയറിൻ്റെ ഒരു അടിപൊളി പടം. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ഇടയിലൊരു പടം ഉണ്ടായിരുന്നു, ബട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം സൂപ്പർ പടമാണ്. ടൊവിനോയുടെ ലുക്സ്, യക്സൻ ഗ്യാരി പെരേരയുടെ മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഭാവന ഉണ്ട്, അവിടെ കുറച്ചൊക്കെ ഉള്ളൂ, ബട്ട് ചെയ്തിരിക്കുന്നത് ഇസ് ലൈക്ക് നൈസ്, കൊള്ളാം. പിന്നെ ബാലു വർഗീസ് അടിപൊളിയാണ്. ഇടയിൽ സലീംകുമാറിൻ്റെ മോൻ, പുള്ളിയെ കണ്ട സലീംകുമാർ തന്നെ അതിൻ്റെ അത് വേറെ നമുക്ക് മോനാണ് എന്നുള്ളൊരിതില്ല. പ്രോപ്പറായ ഒരു സലീംകുമാർ വൈബ് തന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഓവറോൾ അടിപൊളി പടമാണ്. ഇത് ഇന്നിപ്പോൾ ഹൗസ്ഫുൾ ഷോ ഒന്നും അല്ല എന്ന് തോന്നുന്നു, പക്ഷേ ഹൗസ്ഫുൾ ആവണം. അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നടികർ എന്ന സിനിമയുടെ ഒരു ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോഴേക്കും സിനിമയ്ക്കുള്ളിലെ സിനിമാക്കാരുടെ ലൈഫ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. ഇത് തന്നെയായിരിക്കും എനിക്ക്, കാരണം ഈ ഒരു പ്രമേയത്തിൽ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വ്യത്യസ്തമായിരിക്കും ഒരു സിനിമ കൊണ്ടുവരിക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് കുറേയൊക്കെ കാണിച്ചു. കാരണം ഈ ഒരു സിനിമയ്ക്കകത്ത് ധാരാളം പരാമർശങ്ങളുണ്ട്. അതായത് ഇന്ന് നടക്കുന്ന സിനിമ, ഇപ്പോൾ ഉദാഹരണത്തിന് ഫെഫ്ക, പിന്നെ ഒരു സിനിമ കഴിഞ്ഞാൽ മല കയറാൻ പോകുന്നൊരു നടൻ, പിന്നെ അങ്ങനെ ധാരാളം ആൻ്റണി പെരുമ്പാവൂർ, അങ്ങനെ വെച്ചിട്ട് പിന്നെ ഓൺലൈൻ മീഡിയയിൽ ഇപ്പം നമുക്കിന്ന് പ്രശസ്തമായിട്ടുള്ള ഒരു ഹൈദർ അലി എന്ന് അദ്ദേഹം ഈ ചെറിയൊരു റോൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. റോളെന്നല്ല, ആ ഒരു പ്രസ് മീറ്റിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് നമുക്ക് സിനിമാ സംബന്ധിയായിട്ട് നമുക്ക് അപ്ഡേറ്റഡായി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ പല മലയാള സിനിമകൾക്ക്, അതായത് 50കളിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു മലയാള സിനിമകൾക്കുള്ള ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് സീനായിട്ടാണ്. പക്ഷേ അത് ഒരു വ്യത്യസ്ത രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിത്യഹരിത നായകൻ നമ്മൾ ഇന്നും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ശ്രീ പ്രേം നസീർ, അദ്ദേഹം പണ്ട് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ശകലങ്ങൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് ഒരു പാട്ടിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഡയലോഗ് കയറി വരുന്നുണ്ടെങ്കിലും അപ്പം അദ്ദേഹം അതിൽ നിന്നൂടെ അതൊരു ത്രെഡായിട്ടാണ് അത് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ പിന്നെ ടൊവിനോയുടെ കഥാപാത്രം വരുന്നത് ഇന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹത്തിന് തൻ്റെ ആക്ടിങ് സ്കില്ല് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. മറ്റുള്ളവർ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അത് അദ്ദേഹം സീരിയസ് ആയിട്ട് എടുത്ത് പിന്നീട് അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ ഒരു വ്യക്തി എന്ന രീതിയിലും ഒരു നടൻ എന്ന രീതിയിലും കുറച്ച് മാറ്റങ്ങൾ. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, നല്ല രീതിയിൽ വ്യത്യസ്തമായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സൗബിനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി എനിക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കഥയിൽ കുറച്ചൊരു ഗ്രാഫ് ഒന്ന് ഇടിഞ്ഞതായിട്ട് എനിക്ക് തോന്നി.
പിന്നെ നമ്മൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സിനിമയിൽ വരുന്ന ചിലപ്പം കഥ ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോവും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷേ അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ്, പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമാ സീനുകൾ, ഇതെല്ലാം എത്രത്തോളം എല്ലാവർക്കും കണക്റ്റ് ആവുമെന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. പിന്നെ ഒരുപക്ഷെ ഒരു അമ്മാവൻ സിൻഡ്രോമൊക്കെ ബാധിച്ചവർക്ക് ചിലപ്പം ചില സീനുകളൊന്നും ചിലപ്പം അത് ഏറ്റെടുക്കണമെന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെന്നല്ല എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ തോന്നിയേക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ഒരു സിനിമ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു മൂഡിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് കാണാൻ പറ്റും. ഇന്നത്തെ കാലത്തെ ഒരു സിനിമ പറയുന്ന കഥകൾ പറയുന്ന ഒരു സിനിമയാണ്.